എക്സാമ്പിൾ ഇപ്പോൾ ഒരു വീട് ഒരു വീടിന്റെ ഓണറിന് അപ്പോൾ അവർക്ക് ഏറ്റവും സിമ്പിളായിട്ട് അവരുടെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു സ്ഥലം വേണം അവർക്ക് ഇരിക്കാനും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനും. ചില ക്ലയൻസിന് അവർക്ക് ഒരു പാർട്ടി ഏരിയ വേണം എന്നുള്ള അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പോൾ ഏതൊരു ഫംഗ്ഷൻ ആണെങ്കിലും നമ്മൾ അവരുടെ ആ ഒരു റിക്വയർമെന്റ് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇത് ആ ഒരു സ്ഥലം നമ്മൾ ഡിസൈൻ ചെയ്ത് അവർക്ക്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു സ്ഥലം ഡിസൈൻ ചെയ്യുമ്പോൾ അപ്പോൾ ഓരോരോ സ്ഥലത്തിന് അതിൻ്റെതായ നമ്മൾ ഡിഫറൻസസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു എന്താ പറയുക, ഇങ്ങനത്തെ ഒരു പാർട്ടി സ്പേസ് ആണെങ്കിൽ ഈ പാർട്ടി സ്പേസിൽ നമുക്ക് ഒരു ക്ലിയർ ഒരു ഏരിയ വേണം. അതായത് കുട്ടികൾക്ക് ഓടി കളിക്കാൻ, ആൾക്കാർക്ക് ഫുഡ് കഴിക്കാൻ, അതിനെല്ലാത്തിനും ഒരു വളരെ നീറ്റായിട്ടും അങ്ങനത്തെ ഒരു സ്പേസ് വേണം. അപ്പോൾ അങ്ങനത്തെ ഒരു സ്പേസിൽ നമ്മൾ എങ്ങനെയായിരിക്കും നമ്മൾ ചെടികൾ കൊടുക്കുക, എങ്ങനെയായിരിക്കും അവിടുത്തെ ഫ്ലോറിങ് എങ്ങനെ വർക്ക് ചെയ്യുക, അവിടുത്തെ ലൈറ്റിംഗ് എങ്ങനെയാണ് വരാൻ പോകുന്നത്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. ഈവൻ ഇപ്പോൾ ഈ ഒരു ഏരിയയിലുള്ള ചെടികൾ, ഈ ചെടികളുടെ ക്യാരക്ടേഴ്സ് എങ്ങനെയാണ്, ഈ ചെടികൾ ഈ സ്പേസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ അവരുടെ എക്സ്പീരിയൻസിനെ അത് എങ്ങനെയെങ്കിലും അത് ഹിൻഡർ ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടോ? ഫോർ എക്സാമ്പിൾ മുൾച്ചെടികളാണോ, അങ്ങനത്തെ എന്തെങ്കിലും ഡേഞ്ചർ ഉണ്ടോ, ഇപ്പോൾ കുട്ടികൾ അതിനകത്തോട്ട് വീണാൽ എന്ത് സംഭവിക്കും? അപ്പോൾ ഇങ്ങനെ പല രീതിയിലും നമ്മളിത് ചിന്തിക്കും. നമ്മളിപ്പോൾ ഒരു സ്പെസിഫിക് ഒരു പോയിന്റ് മാത്രമാണ് നമ്മൾ കണ്ടത്. ഇങ്ങനെ തന്നെ പല രീതിയിൽ ഒരു ലാൻഡിനെ നമ്മൾ മനസ്സിലാക്കി അതിനെ ഡൈസെക്റ്റ് ചെയ്യും. എന്നിട്ട് നമ്മളൊരു സിസ്റ്റം ഡിസൈൻ ചെയ്യും. ആ സിസ്റ്റം ഡിസൈൻ ആണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചർ. മനസ്സിലായി. ശരിക്കും ജാവ സിമ്പിളാണ്, പക്ഷെ ലാൻഡ്സ്കേപ്പിംഗ് സിമ്പിൾ അല്ല. നിങ്ങളൊരു റെസിഡൻഷ്യലോ കൊമേഴ്ഷ്യലോ ആയിട്ടുള്ള എന്ത് ഡെവലപ്മെൻറ്റ്സ് നോക്കുന്നുണ്ടെങ്കിലും ആദ്യം സമീപിക്കേണ്ടത് ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്റ്റിനെയാണ്. കാരണം ആ ഭൂമിയുടെ കിടപ്പും ആ ഭൂമിയിൽ എങ്ങനെ എന്തൊക്കെ വളരണം, ഏത് രീതിയിൽ വരണം അല്ലേ, അതെല്ലാം ആർക്കിടെക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കുന്നത്. നോർമൽ ആർക്കിടെക്റ്റിന് ചിലപ്പോൾ ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ലാൻഡ്സ്കേപ്പിംഗ് ആർക്കിടെക്റ്റിനാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫിസിഷ്യനെ കാണണം അല്ലേ, ഞങ്ങളിപ്പോൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ കണ്ടാലേ കാര്യമുള്ളൂ. ഞങ്ങളുടെ ട്രെയിനിങ് ആ ഒരു രീതിയിലാണ്. അത് എങ്ങനെ ഒരു ലാൻഡിനെ അതിനെ അനലൈസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇപ്പോൾ എല്ലാം ഡിസൈൻ പ്രൊഫഷണൽസും ഒരു സോർട്ട് ഓഫ് അനാലിസിസ് ഉണ്ട്. ബട്ട് ഞങ്ങളുടെ അനാലിസിസ് ഒരു സ്റ്റെപ്പ് ഫെർദർ പോകുന്നുണ്ട്. ഒരു ലാൻഡിനെ കംപ്ലീറ്റ്ലി മനസ്സിലാക്കാൻ, ആ ലാൻഡിന്റെ ഉള്ളിൽ മാത്രമല്ല ആ ലാൻഡിന്റെ പുറത്തുനിന്ന് വരുന്ന ഫാക്ടേഴ്സ് പോലും, ലാൻഡിന്റെ നമ്മളിപ്പോൾ സൈഡിൽ എന്ത് സംഭവിക്കുന്നു, അത് നമ്മളെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു, നമ്മുടെ സൈഡിന്റെ മേളിൽ, അതായത് സ്കൈയിൽ അറ്റ്മോസ്ഫിയറിൽ എന്ത് സംഭവിക്കുന്നു, മണ്ണിന്റെ അടിയിൽ എന്ത് സംഭവിക്കുന്നു, ഇങ്ങനത്തെ പല രീതിയിലുള്ള ഒരു ഒബ്സർവേഷൻസ് ചെയ്തിട്ടാണ് നമ്മളൊരു സൊല്യൂഷൻ അവിടെ കണ്ടത്. മനസ്സിലായി.